അപ്പം നമ്മൾ ആണെങ്കിൽ ഞാനൊരു വീഡിയോ ഇട്ടായിരുന്നു. അപ്പം ഇത് വണ്ടറിങ് റൈഡ് എന്ന് പറഞ്ഞൊരു വീഡിയോ ഇട്ടായിരുന്നു. അപ്പം അതിനെ സംബന്ധിച്ച് ഒരു വീഡിയോ ആണ് ഇത്. എൻ്റെ ചാനലിലെ ഫസ്റ്റ് വീഡിയോ ആണിത്. അപ്പം എല്ലാവരും ഒന്ന് സപ്പോർട്ടൊക്കെ ചെയ്യുക. അപ്പം ഞാൻ സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. അപ്പം ഗൈസ്, ഇതാണ് നമ്മുടെ സ്ഥലം. അപ്പം ഞാൻ കുറേ ഫ്രീ റൈഡ് പോകുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ ഗ്യാരേജ് ഗൈസ് ഒരു ആഡ് വന്ന് ഇനി നമ്മൾ ഗ്യാരേജിൽ പോകുന്നുണ്ട്. ഈ വണ്ടി ഒന്ന് റിപ്പയർ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ വന്നത്. ശരിക്കും പറഞ്ഞാൽ വണ്ടി റിപ്പയർ ചെയ്യാം ഗൈസ്. അപ്പോൾ ഗൈസ്, സോറി ഫോർ ദി ആഡ് ഡിസ്റ്റർബൻസ്. അപ്പം നമ്മൾ ഇതാണ്ട് വണ്ടി റിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ M5 ആണ്. അത് കാണുമ്പോൾ വിചാരിക്കും, ഇതിനെന്താണ് റിപ്പയർ ചെയ്യാനുള്ളത്. സോറി അറിയാവുന്നതിൻ്റെ പിടിച്ച് നിൽക്കുക ഗൈസ്. ലേറ്റർ. ഓക്കെ, അപ്പം നമ്മൾ ഇവിടം തൊട്ടാണ് പോകുന്നത്. ഇതും കൂടെ കണക്ട് ചെയ്ത് നമുക്ക് മൊത്തത്തിൽ ഇത്രയും രൂപ കിട്ടും ഗൈസ്. അപ്പം ഗൈസ്, നമ്മളിതാ ട്രിപ്പ് തുടങ്ങുകയാണ്. ഇവിടെ നിന്നാണ് ട്രിപ്പ് തുടങ്ങുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ നേരത്തെ ട്രിപ്പ് അത് നേരത്തെ അല്ല, കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്ന ട്രിപ്പായിരുന്നു. പക്ഷെ അത് ഒന്ന് ഗ്ലിച്ചായിപ്പോയി. അപ്പം ഗൈസ്, നമ്മളിതായി ഇവിടുന്ന് വണ്ടി വിടുകയാണ്. നമ്മളൊന്ന് പറത്തി അങ്ങ് വിടാൻ ഉദ്ദേശം ഉണ്ട് ഗൈസ്. നല്ലൊരു ഹൈവേ ഗൈസ്, പോലീസിൻ്റെ ഒക്കെ കേൾക്കുന്നുണ്ട്. എന്താണെന്ന് അറിഞ്ഞൂടാ. അപ്പം നമുക്ക് പോകാൻ പറ്റുന്ന സ്പീഡിലല്ലേ പോകുന്നുള്ളൂ. ഇത് വെറും പയ്യാണ് ഗൈസ് നമ്മൾ പോകുന്നത്. അവിടെ റെയിൽവേ ട്രാക്ക് ഉണ്ടായിരുന്നു ഗൈസ്. ഞാൻ ശ്രദ്ധിച്ചില്ല ഗൈസ്. ശരിക്കും പറഞ്ഞാൽ ഞാൻ ശ്രദ്ധിച്ചില്ല. പക്ഷേ നിങ്ങൾ പറഞ്ഞാൽ ഞാൻ വന്ന സ്പീഡ് പയ്യായിരുന്നെങ്കിലും പക്ഷെ എനിക്ക് അവിടുത്തെ ഇപ്പോൾ കൺട്രോൾ കിട്ടാൻ പാടായിരുന്നു. ലോറിയുടെ മുന്നിൽ ചെന്ന് ഇടിയാഞ്ഞ ഭാഗ്യം. അപ്പം നമ്മൾ പോവുകയാണെങ്കിൽ പറപ്പിച്ച് വിടുകയാണ് മാക്സിമം. പെട്ടെന്ന് സ്ഥലത്തെത്താൻ ഇത് 2 പാർട്ടായിട്ടായിരിക്കും കേട്ടോ വരുന്നത്. അപ്പം ഇതിനകത്ത് നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കാണാം, ഞാൻ നല്ല അത്യാവശ്യം പയ്യാണ് പോകുന്നത്. ഇപ്പം കുറച്ച് സ്പീഡായി. ഇവന്മാർ പെട്ടെന്ന് എന്നാണ് ഈ സഡൻ ബ്രേക്ക് പിടിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാവും. പെട്ടെന്ന് ഇവന്മാർ സഡൻ ബ്രേക്ക് അങ്ങോട്ട് ഇടും. മുന്നിലത്തെ വണ്ടിയിൽ നിന്ന് പയ്യെ ബ്രേക്ക് ഇട്ടാലും ഇവന്മാർ പെട്ടെന്ന് നിന്ന് സഡൻ ബ്രേക്ക് ഇടും. അതാ പ്രശ്നം. ചെറുതായിട്ട് രാത്രി ആയിട്ടുണ്ട്. രാത്രിയായി വരുന്നു. ഇപ്പം ഒരു ലോഡിങ് മാപ്പ് വരും. ആഡ് വരാൻ സാധ്യത ഉണ്ട്. നിങ്ങളുടെ ഡിസ്റ്റർബൻസിന് വേണ്ടി സോറി.
സോറി ഫോർ ദ ഡിസ്റ്റർബൻസ് ഗൈസ്. ഇപ്പം ഈ ബസ് സിമുലേറ്ററിന് നെറ്റ് ഉണ്ടായാലേ കളിക്കാൻ പറ്റത്തുള്ളൂ. നെറ്റ് ഇല്ലാത്ത ഗെയിമായിരുന്നെങ്കിൽ ഞാൻ ആഡ് ഇല്ലാതെ കളിച്ച് കാണിക്കായിരുന്നു. അപ്പം നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഞാൻ ഇവിടെ നെക്സ്റ്റ് ലോഡിങ് മാപ്പ് ആയിട്ടുണ്ട്. ഈ ബസ് സിമുലേറ്ററിൽ നമ്മൾ ഓരോ മാപ്പായിട്ടാണ് പോകുന്നത്. ഇതിപ്പോൾ നമുക്ക് നല്ല സ്പീഡിൽ പോകാൻ പറ്റുന്ന വഴിയാണ്. ഞാൻ അത്യാവശ്യം പോവാണ്. നിങ്ങൾ മീറ്ററിലോട്ട് നോക്കി അറിയാൻ പറ്റും. ഓ പോലീസിനെ ശ്രദ്ധിക്കണ്ട ഗൈസ്. പോലീസ് പെട്ടിയടിക്കില്ല. വേറൊരു ഗെയിമുണ്ട് ഗൈസ്, ബസ് മൊബൈലെന്ന് പറഞ്ഞാൽ. അതിനകത്ത് പെറ്റിയും അടിക്കാൻ നമുക്ക് വെച്ച് തരും. അതാണ് പ്രശ്നം. പക്ഷെ നമ്മളിപ്പോൾ ബസ് സിമുലേറ്ററാണ് കളിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് വലിയ പ്രശ്നമില്ല. അപ്പം നിങ്ങൾ നോക്കുവാണെങ്കിൽ ഇപ്പം ഞാൻ കളിച്ചുകൊണ്ടിരിക്കുന്നത് നോക്കുവാണെങ്കിൽ ഒരു കാറിലാണ്. നിങ്ങൾ വിചാരിക്കും എങ്ങനെയായിരിക്കും ഇതിനകത്ത് കാർ എടുക്കുന്നതെന്ന്. നോക്കുവാണെങ്കിൽ നിങ്ങൾ പ്ലേ സ്റ്റോറിൽ കയറുക. എന്നിട്ട് മോഡ് ബസ് എന്ന് അടിച്ചു കൊടുത്താൽ മതി. അപ്പോൾ നിങ്ങൾക്കൊരു ആപ്പ് കിട്ടും, ഒരു നീല ട്രക്ക് നിൽക്കുന്ന തൊട്ട്. അപ്പോൾ അത് ഡൗൺലോഡ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് കുറേ ഓപ്ഷൻസ് ഉണ്ട് അത് ഓപ്പൺ ചെയ്യുമ്പോൾ. നമുക്ക് കാർ മാത്രമല്ല അതിനകത്ത് ട്രക്ക്, ബസ് കുറേ സാധനം കിട്ടും. അല്ലാതെ വണ്ണസ് ഒന്നും കിട്ടില്ല. അല്ലാതെ മോഡിഫിക്കേഷൻ ചെയ്ത ലൈറ്റൊക്കെ വലിയ ബസ് കിട്ടും. പിന്നെ നമുക്ക് സെപ്പറേറ്റ് വേണമെങ്കിൽ സ്റ്റിക്കർ വർക്കൊക്കെ ചെയ്യാം. എഡിറ്റ് ചെയ്യുന്ന അറിയാവുന്ന ആൾക്കാരാണെങ്കിൽ മാത്രം കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ അവർക്ക് പെട്ടെന്ന് ബ്രേക്ക് പിടിക്കും, നമുക്ക് അറിയാൻ പറ്റത്തില്ല. ഞാൻ പറപ്പിച്ചിടുകയാണ് ഗൈസ്. വീഡിയോ നല്ല ലെങ്ത് ആവാൻ ഞാൻ സമ്മതിക്കത്തില്ല. ഒരു 15 മിനിറ്റ് അത്ര എനിക്ക് കളിക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ടാണ് ഇന്ന് ഗൈസ് നല്ലൊരു ഹൈവേ കിട്ടിയിട്ടുണ്ട്. ഞാനിപ്പോൾ പറപ്പിച്ച് തരാം. ഞാൻ കാണിച്ചു തരാം പറപ്പിക്കുന്നത് എങ്ങനെയാണെന്ന്. ഞാൻ സാധാരണ ഇങ്ങനെയാണ് കേട്ടോ പറപ്പിക്കാറ്. നല്ല കൺട്രോൾ ഉള്ളതുകൊണ്ടാണ് ഞാൻ ഒറ്റ കൈ കൊണ്ട് തന്നെ സ്റ്റിയറിംഗ് പിടിച്ചുകൊണ്ടാണ് ഓട്ടിക്കുന്നത്. നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇതൊരു മല കൂട്ടത്തെ ഇതിൻ്റെ ഇടയ്ക്കോട്ടൊരു റോഡെന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെയുള്ളൊരു റോഡാണ്. പക്ഷെ ഹൈവേ ആണ്. ഇപ്പോൾ ഹൈറേഞ്ച് ഒന്നും പറയാൻ പറ്റത്തില്ല, ഹൈവേ ഒന്നും പറയാൻ പറ്റത്തില്ല. ഇപ്പോൾ ഹൈവേ എന്ന് തന്നെ പറയാൻ പറ്റും, അടുത്ത ഹൈവേ എന്ന് പറയാൻ പറ്റത്തില്ലായിരുന്നു. അപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ബസ്സുകാരനോടെ നിൽക്കുന്നതുകൊണ്ട് എനിക്കൊന്നും പറ്റാത്ത അവസ്ഥയായിരിക്കുകയാണ്. ബസ്സുകാരെ ഒന്ന് മാറ്റി തരൂ പ്ലീസ്. അപ്പം ഇയാളെന്നെ മാറ്റി തന്നു. ഓക്കെ ഗൈസ്, നിങ്ങൾ നോക്കുവാണെങ്കിൽ നവൻ VTGT ഉള്ള കുറേ പേരുണ്ടായിരിക്കും. നിങ്ങൾ ചിലപ്പോൾ അവൻ്റെ ഫാൻസ് ആയിരിക്കും. കണ്ടാലും എനിക്കൊരു കുഴപ്പമില്ല. പക്ഷേ ഞാൻ ഈ യൂട്യൂബ് നല്ല രീതിയിൽ നടത്തിക്കൊണ്ട് പോകാൻ ആഗ്രഹിക്കുന്നുണ്ട്. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്ത് ഒന്ന് ഈ ചാനൽ വിജയിപ്പിച്ചെടുക്കേണ്ടതാണ്. കണ്ടോ ഗൈസ്, BMW ഇത് അതാണ്. അപ്പോൾ ഗൈസ് പോലീസുകാർ നമ്മൾ മാറ്റി തരുന്നു. അയ്യോ പോലീസുകാരനൊക്കെ ഇട്ടിരിക്കുന്നതേ നമ്മൾ പെട്ടാ ഇല്ല അങ്ങനെ വരാൻ വഴിയില്ല. ഓ പോടാ അമ്മ മാറ്റത്തിനും പാടാണ് കേട്ടോ. ഞാനിപ്പോൾ പയ്യെ ഇതടിച്ച് പോകുന്ന അപ്പം നോക്കുവാണെങ്കിൽ അമ്മ മാറ്റി തരുന്നില്ലല്ലോ. ഓക്കെ ഗൈസ്, വീഡിയോയുടെ അടുത്ത പാർട്ടായിട്ട് ഞാൻ പിന്നെ വരാം ഗൈസ്. ഞാൻ ഈ സൈഡിലോട്ട് വണ്ടി ഒതുക്കിയിട്ടുണ്ട്. അപ്പം അടുത്ത ഒരു പാർട്ടി കാണാം. പാർട്ട് 2 ഇതിൻ്റെ ഉടൻ തന്നെ റിലീസ് ആകുന്നതായിരിക്കും. എനിക്ക് ഇത്ര നേരം കളിക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഗൈസ്